അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വസദ്ദിദ് ലിസാനി വഹ്ദി ഖൽബി ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم يا من بيده مقاليد القضاء والأمور إليه رجل الأمر كله يا فتاح يا عليم افتح علينا فتحا قريبا يا فتاح يا عليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. ആദരണീയരായ ഉസ്താദന്മാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ക്യാമ്പിലാണ് നമ്മളുള്ളത്. 2-3 ദിവസം ഇന്നും നാളെയും മറ്റന്നാളുമായി വെറും ഖുർആനുമായി ബന്ധപ്പെട്ട് പഠിക്കണമെന്ന ലക്ഷ്യത്തിൽ മാത്രം വന്നവരാണ് നമ്മളൊക്കെ. കുടുങ്ങിയിട്ട് ഇപ്പോൾ ഇതിൽ ഒരാളും വന്നിട്ടുണ്ടാവില്ല, ആരെയും നിർബന്ധിപ്പിച്ചിട്ടില്ല, ഉണ്ടാവില്ല. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയാതെ മഹാന്മാർ പറഞ്ഞ പോലെ മഹാനരായ മുഹമ്മദ് ബിൻ യഹിയൽ അബ്ദരിയുൽ ഫാസി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞത് കാണാം. മാ സമീഅതു ശൈഅൻ മിൻ നുകത്തിൽ ഇൽമി ഇല്ലാ ഖയ്യത്തു ഒമാ ഖയ്യത്തു ശൈഅൻ ഇല്ലാ ഹഫിൽതു ഒമാ ഹഫിൽതു ശൈഅൻ ഫനസീതു. മാ സമീഅതു ശൈഅൻ മിൻ നുകത്തിൽ ഇൽമി, ഇൽമിൻ്റെ ഏതൊരു ഫായിദ ഞാൻ കേട്ടാലും ഇല്ലാ ഖയ്യത്തു, അത് ഞാൻ പിടിച്ചു വെക്കും. പിടിച്ചു വെക്കൽ എങ്ങനെ? അൽ ഇൽമു സ്വൈദുൻ വൽ കിതാബത്തു ഖൈദുഹു. ഇൽമ് സ്വൈദാണ്, വേട്ടമൃഗമാണ്, അതിനെ കെട്ടിയിടേണ്ടി വരും. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇല്ലാ ഖയ്യത്തു, എന്ത് ഫായിദ കേട്ടാലും ഞാനത് എഴുതി വെക്കും. ഒമാ ഖയ്യത്തു ഷയ്യൻ ഇല്ലാ ഹഫിൽതു, എന്ത് എഴുതി വെച്ചാലും അത് ഞാൻ ഹിഫ്ളാക്കി വെക്കും. പേപ്പറിലുള്ളത് പേപ്പറിലുണ്ട് എന്നുള്ള ആ ഒരു റൂട്ടല്ല എൻ്റെ റൂട്ട്. മറിച്ച് എന്ത് എഴുതി വെച്ചാലും അതെന്ത് ചെയ്യും? മറ്റേ നമ്മൾ എഴുതാനൊക്കെ ചിലപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ഇപ്പണ്ട് എഴുതും, പിന്നെ അത് എവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അങ്ങനെയാവരുത്. അമാ ഖയ്യത്തു ഷൈഅൻ ഇല്ലാ ഹഫിൽതു, എഴുതി വെച്ചതൊക്കെ ഇഫ്ളാക്കുക. അതുകൊണ്ട് ഇഫ്ളാക്കേണ്ടി വരും എന്ന് വെച്ച് എഴുതി വെക്കാതിരിക്കരുത്. പിന്നെ എഴുതി വെച്ചതൊക്കെ ഇഫ്ളാക്കുക. ഒമാ ഹഫിൽതു ഷൈഅൻ ഫനസീതു, എന്ത് ഇഫ്ളാക്കിയോ അതൊക്കെ മറക്കാമെന്നല്ല, എന്ത് ഇഫ്ളാക്കിയാലും അതൊന്നും മറക്കാതിരിക്കും ചെയ്യാം. അതിനെന്ത് വേണം? ഇന്നമൽ ഹിഫ്ളു ബി തക്റാറി, ഹിഫ്ള് കിട്ടണമെങ്കിൽ തക്റാറ് വേണം. ആ തക്റാറു യുഫീദു തക്റാർ എന്നൊക്കെ ചിലർ പറയും. അതൊന്നും എല്ലായിടത്തും അല്ല, അതൊക്കെ അതിനൊക്കെ ചിലത് ഇസ്തിസ്നുണ്ട്, ഇതൊക്കെ നിസ്തിസ്നാണ് അല്ല. അപ്പോൾ ഇന്നമൽ ഹിഫ്ളു ബി തക്റാറി, തക്റാറ് കൊണ്ട് ഹിഫ്ള് കിട്ടും. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ബാക്കി ഉസ്താദ് നമ്മെ സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആനിന് ധാരാളം ഷറഫുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഷറഫായി മഹാന്മാർ എണ്ണിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല 55 പേര് വിശുദ്ധ ഖുർആനിന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള. വിശുദ്ധ ഖുർആൻ നമ്മൾ പരതിയാൽ 55 പേര് ഇസ്മുകൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിരോധികളായ, ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യമുള്ളൊരു സംഗതിയാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നിലനിൽക്കാനുള്ള കാരണം, മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് നിലനിൽക്കാനുള്ള അതിൻ്റെ മസ്ദർ, അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അവർ വിശുദ്ധ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും തമസ്സുക്ക് ചെയ്തു എന്നതാണ്. അത് മുറുകെ പിടിക്കുന്നു എന്നത് കൊണ്ട് തന്നെയാണ്
ഏത് കാലഘട്ടത്തിനെയും അതിജയിച്ചുകൊണ്ട് വിശുദ്ധ ദീൻ മുന്നോട്ട് നീങ്ങുന്നത് എന്ന്, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇസ്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തമസ്സുക്ക് ചെയ്തു എന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഖുർആൻ പാരായണം നമുക്ക് പ്രത്യേകിച്ച് ആഫിലീങ്ങളായ ആളുകളായിരിക്കും കൂടുതൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു മടുപ്പ് വരുന്നില്ല. ഇഫ്ലാക്കന്നെ മഹാനരായ അബൂബക്കർ ബിനുൽ ഹയ്യാഷ് തങ്ങളെ സംബന്ധിച്ച് അയിമ്മത്ത് രേഖപ്പെടുത്തിയത് കാണാം. മഹാനവറുകൾ മരണവേളയിൽ കിടക്കുമ്പോൾ തൻ്റെ മകള് കരയാൻ തുടങ്ങി. മഹാനവറുകൾ ചോദിച്ചു, മഹാനവറുകൾ പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമെന്ന് നിനക്ക് പേടിയുണ്ടോ? ഞാൻ ഈ റൂമിൻ്റെ ഈ മൂലയിൽ വെച്ച് ഞാൻ 24,000 ഖത്മ് ഞാൻ തീർത്തിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാം. 24,000 ഖത്മ്. നമ്മളൊരു പുസ്തകമൊക്കെ ഒരു വട്ടം വായിക്കും, ഒരു വട്ടം തന്നെ ഫുള്ളാകുമെന്ന് അറിയില്ല. ഇത് 24,000 പ്രാവശ്യം 3 വട്ടം കുൽവല്ലോതി, അങ്ങനെ ഒരു ഖത്മല്ല. 24,000 പ്രാവശ്യം നേരെ ഖത്മ് തീർത്ത മഹാനെ. അപ്പോൾ അതൊരു ഒരിക്കലും ഖുർആൻ്റെ ഒരു ഇജാസായി നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്. ഒരിക്കലും അതൊരു അലോസരമായി ആർക്കും തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന് പറയുന്നത് അൽ മുജിസത്തുൽ ഖാലിദ, സാക്ഷതമായ മുജിസത്താണ്. എന്ന പോലെ അൽ ആയത്തുൽ ബാക്കിയ, എന്നുമെന്നും അവശേഷിക്കുന്ന ദൃഷ്ടാന്തമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. അത് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തൊരു സംഗതിയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നമ്മളാണ് അത് ഇറക്കിയത് എന്നും നമ്മളത് സംരക്ഷിക്കുമെന്നും അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഏത് രൂപത്തിൽ എതിർക്കാൻ ആര് വിചാരിച്ചാലും അതാത് കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ആലിമീങ്ങളെ അല്ലാഹു തആല അതിനു വേണ്ടി ഒരുക്കി തയ്യാറാക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്. ദീനിൻ്റെ ശത്രുക്കൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പല ആരോപണങ്ങളും കൊണ്ടുവരുന്നു. ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിൽ അവർ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. എന്നാലേ മുസ്ലിമീങ്ങളെ അവരെ ദീനിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കൂ എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ രൂപത്തിൽ കെണിഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഓരോ ആയത്തുകൾ ഇറങ്ങുന്ന സന്ദർഭത്തിൽ പോലും അങ്ങനെ ശ്രമിച്ചിരുന്നത് നമുക്കറിയാം. പക്ഷേ അല്ലാഹു തആല പരിചയപ്പെടുത്തി സൂറത്തു സൊഫ് 8-ാമത്തെ ആയത്തിൽ, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ ഇത് ഊതിക്കെടുത്താനാണ് അവരുദ്ദേശിക്കുന്നത്, പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ എന്ന പോലെ വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്നും ഒരു ആശയത്തിന് തെറ്റില്ലാതെ, എന്നല്ല ഒരു ഹർഫ് പോലും മാറ്റിത്തിരുത്തുകൾക്ക് വിധേയമാവാത്ത രൂപത്തിൽ തന്നെ ഇവിടെ നിലനിൽക്കുമെന്നത് അള്ളാഹു ഏറ്റെടുത്ത സംഗതിയായതുകൊണ്ട് അതിൽ നമ്മളൊരിക്കലും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അത് അള്ളാഹു ഏറ്റെടുത്തൊരു സംഗതിയാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? അങ്ങനെ ആരെങ്കിലുമൊക്കെ ആരോപണങ്ങൾ നടത്തുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് അൽ ഖുർആൻ വ നഖ്ലു മതാഇനിർ റുഹ്ബാൻ, പുരോഹിതന്മാർ ഖുർആനിനെ ആക്ഷേപിച്ച ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഒരു കിതാബ് തന്നെ ഉണ്ട്, അലിൽ ഖുർആനു മഅസൂമുൻ. നെറ്റിലേക്ക് അടിച്ചാൽ കിട്ടും, അലിൽ ഖുർആനു മഅസൂമുൻ. ഖുർആൻ തെറ്റിൽ നിന്ന് മുക്തമാണോ എന്നൊരു കിതാബുണ്ട്. അതിൽ അബ്ദുള്ള അൽ ഫാദി എന്ന് പറയുന്ന ഒരു പാതിരിയാണിത്, ഒരു പുരോഹിതനാണ്. അയാളിലേക്കാണത് ചേർത്തി ഇറക്കിയിട്ടുള്ളത്, അയാൾ എഴുതിയതാണെന്ന്. ഈ കിതാബിൽ പരിചയപ്പെടുത്തുന്നത് സ്വാദുർനൻ ലജിനത്തി മിനൽ മുനസ്സിരീന, അയാൾ മാത്രം ഉണ്ടാക്കിയതല്ല, അവർ ഒന്നായിട്ട് കൂടി ഉണ്ടാക്കിയതാണെന്നും പക്ഷേ ഇയാളിലേക്ക് ചേർത്തി പറഞ്ഞു എന്നും. ഏതായാലും അബ്ദുള്ള അൽ ഫാദി എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ടാക്കിയതാണ്. എന്താണ് അയാളതിൽ പറയുന്നത്? അദ്ദേഹം അതിൽ 10 പാർട്ടാക്കി തിരിക്കണം. 10 പാർട്ടാക്കി തിരിച്ചിട്ട് ഖുർആനിലുള്ള അപാകതകൾ അയാളതിൽ 243 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഖുർആനിലുള്ള മിസ്റ്റേക്കുകൾ. ആരാണ് ഈ മിസ്റ്റേക്ക് കണ്ടെത്തുന്നത്?
അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീർ 25:137 പറഞ്ഞത് കാണാം. ഒരാൾ ഒരു കിതാബ് എഴുതി, ഒരു മുസന്നിഫ് ഒരു കിതാബ് രചിച്ചു. അത് ഒരാൾ മുതാലയ ചെയ്ത് അയാൾ അതിന് ശറഹ് ചെയ്തു. ഇപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം രചിച്ചു, അതിന് നമ്മൾ ശറഹ് ചെയ്യണം. നമ്മളത് മുതാലയ ചെയ്ത് നമ്മളത് ശറഹ് ചെയ്യുന്നു. നമ്മൾ ശറഹ് ചെയ്തിട്ട് ഉറപ്പാണ് നമുക്ക് നമ്മൾ ഇമാം നവവി തങ്ങളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരാൾ ശറഹ് ചെയ്യുമ്പോൾ ആ മുസന്നിഫ് ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അത് ഉറപ്പാണല്ലോ. മുസന്നിഫ് ഉദ്ദേശിച്ചൊക്കെ ഞാൻ കൊണ്ടുവന്നിക്കണമെന്ന് വാദമുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പലവരും ഇത്രാദ് ചെയ്യുന്നത്. മുസന്നിഫ് ആ പറഞ്ഞത് റെഡിയായില്ല, ആ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് പല ഇത്രാദുകളും. ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ മിൻഹാജിൽ പോലും പല ശാരീങ്ങളും ഇത്രാദ് ചെയ്തത് കാണാം. ആ ഇത്രാദുകൾക്ക് മറുപടി പറഞ്ഞ് പിൽക്കാലത്തുള്ള ഇമ്മത്ത് അതിന് മറുപടിയും പറഞ്ഞു. മുസന്നിഫ് അങ്ങനെയല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, മുസന്നിഫ് ഉദ്ദേശിച്ചത് ആ കഥ ഇങ്ങനെയാണ് മുസന്നിഫ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു ഏറ്റവ്യത്യാസം വരുന്നത് ഈ ചെറിയ ഒരു ഇൽമ കൊണ്ട് രചിച്ച ഒരു മനുഷ്യൻ രചിച്ച ഈ ഒരു കിതാബിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, ഇമാം റാസി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഫമാ ലൊന്നുക ബിൽ കിതാബിൽ അസീസ്, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നിൻ്റെ വിചാരം എന്താ? അല്ലദീ ഫീഹി കുല്ലു ഹിക്മ, എല്ലാ ഹിക്മത്തും അതിലുണ്ട്, എല്ലാമുണ്ട്. ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതുവരെ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. പിന്നെ അലിമഹു മൻ അലിമഹു വ ജഹിലഹു മൻ ജഹിലഹു, അറിഞ്ഞവരറിഞ്ഞു, അറിഞ്ഞില്ല, അത്ര തന്നെ എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരാൾ പറയണത് ആ മുസന്നിഫിൻ്റെ ഗ്രന്ഥത്തിലുള്ള മുസന്നിഫ് ഉദ്ദേശിച്ച എന്തൊക്കെയുണ്ടോ എല്ലാ രഹസ്യങ്ങളും എല്ലാ സിറുകളും അതിലുള്ള എല്ലാ ദഖായിക്കുകളും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കൂല, ഉറപ്പാ. പിന്നല്ലേ വിശുദ്ധ ഖുർആനിലുള്ള എല്ലാം നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക. അത് നമ്മൾ ആദ്യം നമുക്കത് ബോധ്യപ്പെടണം. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു താല ഇറക്കി കൊടുത്തത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, നബിയെ അങ്ങ് വിശദീകരിച്ചു കൊടുക്കാനാണ്. അള്ളാഹ് നബിത്തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്, നബിത്തങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു, ആ രൂപത്തിലാണ്. എന്നിട്ട് ഈ ചങ്ങായി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ആരോപണം നടത്തുക. ഈ ആരോപണത്തിൽ ഇയാളിങ്ങനെ പാർട്ടാക്കി തിരിച്ചിട്ട് 10 പാർട്ടാക്കി തിരിച്ച്, ഒന്ന് അസ്ഇലത്തുൻ ജറാഫിയ, ഭൂമിശാസ്ത്രപരമായ ചോദ്യങ്ങൾ, അതിൽ 12 ഖതകൾ ഖുർആനിലുണ്ടെന്നാണ് അയാളെ വാദം. 12 ഖതകൾ. മറ്റൊന്ന് അസ്ഇലത്തുൻ താരീഖിയ, ചരിത്രപരമായ 55 ഖതകളുണ്ടെന്നാണ്, 55 ഖതകൾ. പിന്നെ അസ്ഇലത്തുൻ അഖ്ലാഖിയ, അത് 9 ഖതകൾ. അസ്ഇലത്തുൽ ലാഹൂത്തിയ, അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ, അത് 29 ഖതകൾ. അസ്ഇലത്തുൽ ലുഗവിയ 25 ഖതകൾ. അസ്ഇലത്തുൻ തശ്രീഇയ്യ 26 ഖതകൾ. അസ്ഇലത്തുൻ ഇജ്തിമാഇയ്യ, സാമൂഹ്യപരമായുള്ള സംഗതികളൊക്കെ, അത് 21 ഖത്ത്. അസ്ഇലത്തുൻ ഇൽമിയ, ശാസ്ത്രപരമായി, അത് 22 ഖതകൾ. അസ്ഇലത്തുൻ ഫന്നിയ, അത് 11 ഖതകൾ. പിന്നെ മൊത്തത്തിൽ അബീബാഹി നിബിത്തങ്ങളുമായി ബന്ധപ്പെട്ട 33 ഖതകളും. ഇങ്ങനെ ഇത്ര 243 ഖതകൾ ആ കിതാബിൽ. ഏത് കിതാബിൽ? കൈഫ എന്താണ് അലിൽ ഖുർആനു മഅസൂമുൻ എന്ന് പറഞ്ഞ കിതാബിലുണ്ട് എന്നാണ് അയാളെ വാദം. അല്ല, അയാൾ അതിൽ വാദിക്കുന്നത് മാത്രമല്ല, അത് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ മറാജിയൊക്കെ പറയുന്നുണ്ട്. മറാജി പറഞ്ഞ് 22 ഗ്രന്ഥങ്ങളിൽ നിന്നാണ് 22 ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇത് ഒരുമിച്ച് കൂട്ടിയെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭൂരിഭാഗം കിതാബ് ഏതാ? നസാറാക്കളെ കിതാബാണ്, ആ കൗമിൻ്റെ കിതാബ് തന്നെയാണ്, മനസ്സിലാ. അപ്പോൾ അതിൽ അവസാനം ഒരു മുസാബക്കും പറയുന്നുണ്ടായില്ല, നിങ്ങളിതൊക്കെ വായിച്ച് നല്ല ഉഷാറായിട്ട് നിങ്ങൾ വായിക്കുക, നമ്മളിതിൻ്റെ അവസാനത്തിൽ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതി നിങ്ങളെ അഡ്രസ്സും വെച്ച് നമുക്ക് എഴുതി തന്നാൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ നിങ്ങളെഴുതിയ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം വരെ തരുന്നു. കാരണം ആ ചോദ്യം നമ്മൾ വായിക്കുമ്പോൾ എഴുതുമ്പോൾ അതിന് ഉത്തരം എഴുതുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ആ ചോദ്യം സ്ഥാനം പിടിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളെ ഖുർആനിൽ നിന്ന് അകറ്റി ദീനിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചെയ്തു കൂട്ടിയ പണികളാണ്.
അതിൽ ഒരു ചോദ്യം ഞാൻ വായിച്ചുതരാം. ഒരു ചോദ്യം അയാൾ പറയണ്ടേ, ഫിൽ ഖുർആനി അശറത്തു അൻവാ ഇമിനൽ അഖ്തായി, 10 ഇനം ഖത്തകളുണ്ട്, മാഹിയ. അപ്പോൾ ഈ 10 താരീഖിയായ ഖത്തകൾ ഇങ്ങനെ പറയണം. എന്ന മാതിരി ഖുർആനിൽ താരീഖിയായ 25 ഖത്തകൾ 55 ഖത്തകളുണ്ട്. ഉക്തുബ് അശറത്ത വൽത്താത്തി മിന്ന, അതിൽ നിന്ന് 10 എഴുതും. ഇത് പരീക്ഷയ്ക്ക് ചോദ്യം എഴുതണ മാതിരി ഈ അതിൻ്റെ അവസാനത്തിൽ എഴുതി കൊടുക്കാവില്ലേ, ഇത്ര എഴുതിയിട്ട്. അപ്പോൾ ഇത്രയും ഏത് ഖത്തകൾ അതിലുണ്ട് എന്നാണ് പറയുന്നത് ഏതിൽ ഖുർആനിൽ. അതെന്നെ പറയേണ്ടത് യുരീദൂൻ അൽ യുത്ഫിഹു നൂറല്ലാഹി ബിയഫായി, പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി വലു കരിഹൽ കാഫിറു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഹബീബാഹി നബിത്തങ്ങളുടെ കാലഘട്ടം മുതൽ തുടങ്ങിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. മറുപടി പറഞ്ഞ് ഓരോ കാലഘട്ടത്തിലും അതിനോട് യോജിച്ച ആളുകൾ അല്ലാഹു തആല അതിന് സംവിധാനിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം ഉഹുദ് ദിനത്തിൽ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവർ പറഞ്ഞത് നമുക്ക് കാണാം. അഫീക്കും മുഹമ്മദുൻ, ഉഹുദ് യുദ്ധത്തിലെ സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു സംഗതിയാണ്. അഫീക്കും മുഹമ്മദ് നിങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചു. മുത്തനബി പറഞ്ഞു ലാ തുജീബുഹു, നിങ്ങൾ മറുപടി കൊടുക്കണ്ടാർന്ന്. വീണ്ടും ചോദിച്ചു. അങ്ങനെ 3 വട്ടം ചോദിച്ചു, മറുപടി കൊടുത്തില്ല. ഉടനെ തന്നെ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവർ ചോദിച്ചു അഫീക്കും ഇബ്നു അബീ ഖുഹാഫ, നിങ്ങളിൽ ആരുണ്ടോ, ഇബ്നു അബീ ഖുഹാഫ ഉണ്ടോ, അഥവാ സിദ്ദീഖുൽ അക്ബർ ഉണ്ടോ എന്ന് ചോദിച്ചു. 3 വട്ടം ചോദിച്ചു. നബിത്തങ്ങൾ പറഞ്ഞു മറുപടി കൊടുത്തില്ല. പിന്നെ ചോദിച്ചു അഫീക്കും ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉമർ ഖത്താബ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉമർ ഖത്താബ് തങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉമർ ഖത്താബ് തങ്ങളുള്ള ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഉമർ ഖത്താബ് തങ്ങൾ വേളകും. ദീനിൻ്റെ കാര്യം വരുമ്പോൾ മഹാനവറുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഉമർ ഖത്താബ് ഉണ്ടോയെന്ന് ചോദിച്ചു. 3 വട്ടം ചോദിച്ചു, ഉത്തരം കൊടുത്തില്ല. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് പറഞ്ഞു കത് കുഫീത്തുമൂഹും, നിങ്ങളെന്ത് ചെയ്തേക്കണ ഓലൊക്കെ കഥ കഴിച്ചിട്ടുണ്ട്, അഥവാ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് യുഹുദ് യുദ്ധത്തിൽ പറയാം. പക്ഷെ ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു കദബ്ത യാ അദുവല്ലാഹ് ഹുവദ റസൂലുള്ളാഹ്, അള്ളാൻ്റെ റസൂലിതാ, സിദ്ദീഖ് അബൂബക്കർ ഇതാ, ഞാനിതാ. യുദ്ധത്തിൻ്റെ വേളയിലപ്പത് ഞാനിതാ എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ സിജാലാണ്, അല്ല ഹർബു സിജാലും. ചിലപ്പോൾ ഇതിൽ തൊട്ടി അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ തൊട്ടി ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ബദറിൽ എങ്ങനെയായിരുന്നു, പിന്നെ ഉഹുദിൽ ഇങ്ങനെയായിരുന്നു. ആ ഒരു തുടക്ക സന്ദർഭമാണ് പറയുന്നത്. അത് കഴിഞ്ഞേക്ക് പിന്നെ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് പറഞ്ഞു ഒഴുലു ഹുബലു എന്ന് പറഞ്ഞു. ഹുബലു പോലെ ബിംബാണ്. ഒരാലിയത്തിനെ പറ്റി പറയാം. ആലിയത്തെ നീ ഉയരൂ എന്നുള്ള പിന്നെ നിനക്ക് ഉയർച്ച കിട്ടട്ടെ എന്നത്. ആ സന്ദർഭത്തിൽ മുത്തനബി പറഞ്ഞു അജീബുഹു, മറുപടി കൊടുക്കുകയെന്ന് പറഞ്ഞു. കണ്ടില്ലേ, അവരെ പറ്റി ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അള്ളാനായിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, അജീബുഹും. അതിൽ സ്വഹാബത്ത് പറഞ്ഞു യാ റസൂലല്ലാഹ് വമാ നഖൂൽ, ഞങ്ങളെന്താ പറയേണ്ടത്. ആ സന്ദർഭത്തിൽ നബി തങ്ങൾ പറഞ്ഞു കൂലു അല്ലാഹു അഅല വ അജൽ. ഒഴുലു ഹുബലു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അഅല വ അജൽ എന്ന് മറുപടി അറിയാൻ പറഞ്ഞു. അപ്പോൾ അബൂ സുഫിയാൻ എന്നവർ പറഞ്ഞു ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും. ഉസ്സ അതും ഒരു ബിംബം തന്നെ, ഞങ്ങൾക്കാണ് ഉസ്സ, നിങ്ങൾക്ക് ഉസ്സ ഇല്ല എന്ന് പറഞ്ഞു. മുത്തനബി പറഞ്ഞു അജീബുഹു, നിങ്ങൾ മറുപടി കൊടുക്കൂ. എന്താ മറുപടി പറയേണ്ടത് നബിയെ? അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും. കണ്ടില്ല, അപ്പം എന്ത് ചെയ്തു? അപ്പോൾ ദീനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി നബിത്തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് കാലഘട്ടങ്ങൾ പിന്നിട്ട് ഈ ഒരു കാലഘട്ടം വന്നപ്പോഴും അതിന് മറുപടി പറയാൻ ഇന്ന് ആളുകളുണ്ട്. ആ രൂപത്തിൽ രചിച്ചൊരു ഗ്രന്ഥമാണ് ഇത്. ഈ ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഇത് ഖുർആനിൻ്റെ സെഷനായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ വായിക്കേണ്ടതാണ്. അൽ ഖുർആനു വ നഖുദു മതാഇനി റുഹ്ബാൻ. ഈ പറഞ്ഞ 243 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF ഒക്കെ നെറ്റിലുണ്ടാവും. ഇതിൻ്റെ PDF ഒക്കെ കിട്ടുന്ന തന്നെയാണ്. ഇത് ഉള്ളവർക്ക് പരിചയം പുതുക്കിയെന്നേ ഉള്ളൂ. പരിചയമില്ലാത്തവർക്ക് അതാ നെറ്റിലടിച്ചാൽ കിട്ടും. അൽ ഖുർആനു വ നഖുദു മതാഇനി റുഹ്ബാൻ. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു ആരോപണം നടത്തുമ്പോൾ നമുക്കതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, ഇവരിതിനെ അവലംബിക്കുന്നത് ഇസ്ലാമിൻ്റെ എതിരാളികളെ എഴുതിയ അവർ പറഞ്ഞ വാക്കുകൾ വെച്ചിട്ടാണ് അവർ എതിർക്കുന്നത്. എന്ന പോലെ ലൊയീഫായ റിവായത്തുകളും മക്ദൂബായ റിവായത്തുകളും ഉപയോഗപ്പെടുത്തിയാണ് അവർ ഇസ്ലാമിനെ എതിർക്കാൻ തുടങ്ങുന്നത്. എന്ന പോലെ തന്നെ നമ്മുടെ അയിമ്മത്ത് അവരുടെ മുസന്നഫാത്തുകളിൽ
കൗലുകളൊക്കെ കൊണ്ടുവരും, പല കൗലുകളും കൊണ്ടുവരും. ലൈഫായ കൗലുകളും ഷാദായ കൗലുകളും മർജുഹായ കൗലുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ പിന്നെ പൊക്കിക്കൊടുന്നുകൊണ്ട് അങ്ങനെയാണ് ആരോപണങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം ആനരായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ത്വയ്ഫയിൽ റസൂൽ ആരെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ റസൂലിൻ്റെ നിർവചനം പറഞ്ഞ് മഅസൂമാണ്, അങ്ങനെയുള്ള ദക്കറുൻ ഉറുന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിർവചനം പറഞ്ഞ് ത്വയ്ഫ 1:27 പേജിൽ പറഞ്ഞപ്പോൾ അവിടെ മഹാനവറുകൾ പറഞ്ഞു വക്കാഫി ബാലി കുത്തുബി തവാരീഖി വ തഫ്സീർ, ചില താരീഖിൻ്റെ കിതാബുകളിലും തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മാ യുനാഫി മാ ദക്കർനാഹു മിന ശുറൂത്തി, റസൂലിനുണ്ടാവേണ്ട നിബന്ധനകൾ പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ നിബന്ധനയ്ക്ക് എതിരായി പലതും തഫ്സീറിൻ്റെ ചില ഗ്രന്ഥങ്ങളിലും പിന്നെ താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വഹുവ തഖവ്വുലുല്ല അസ്ലലഹു, അതിനൊരു അടിസ്ഥാനമില്ല. കാരണം അടിസ്ഥാനമുള്ളത് മാത്രം പറയാൻ വേണ്ടി, അതായത് ഉസൂൽ മാത്രം പറയാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന കിതാബല്ല ഏത് താരീഖ് എന്ന് പറയുന്നതും തഫ്സീർ എന്ന് പറയുന്നതും. അതിലെല്ലാം ഉണ്ടാവും, അതിൽ വന്നതൊക്കെ എന്ത് ചെയ്യും, എല്ലാം ഉണ്ടാവും. ഹാത്തിബുലൈലി എന്ന് പറഞ്ഞാൽ രാത്രി വിറക് വെട്ടുമെന്ന് അറിയില്ല ചിലവരെ പറ്റി, മൂപ്പരെ ഹാത്തിബുലൈലാണെന്ന് പറയും. ഹാത്തിബുലൈലി എന്ന് പറഞ്ഞാൽ രാത്രി വിറക് വെട്ടിക്കൊണ്ടിരുന്ന ആൾ പറഞ്ഞാൽ വിറക് വെട്ടുമ്പോൾ ചിലപ്പോൾ അതിൽ ആ വിറകും കൂട്ടത്തിൽ ചിലപ്പോൾ പാമ്പും ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി തഫ്സീറും എന്ന പോലെ തന്നെ താരീഖ് എന്നൊക്കെ പറയണ്ടേ, അവർക്ക് കിട്ടിയ റിവായത്തുകൾ മുഴുവനും അവർ ജമ്മ ചെയ്യും. പിന്നെ അത് നെല്ലും പതിരും വേർതിരിക്കാൻ അത് ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങളാണ് നോക്കേണ്ടത്. ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങളിൽ ആ ഉസൂലിന് കവായിദിന് എതിരുണ്ടോ ഇല്ലയോ നോക്കണം. ആ റിവായത്തുകൾ സ്വഹിയായ റിവായത്താണോ അല്ലേ എന്നെന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞാൽ നമ്മൾ അയിമത്ത് പറഞ്ഞു വെച്ച് നമ്മൾ നോക്കിയാൽ മതി. അയിമത്ത് തന്നെ അതൊക്കെ നെല്ലും പതിരും വേർതിരിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. മാത്രമല്ല ഏറ്റവും വല്ല പ്രധാനപ്പെട്ട കാരണം കിതാബ് സുന്നത്തിൻ്റെ നെസ്സുകളെ പറ്റി ഒരു ഫഹ്മുമില്ല, ഒരു വിവരമില്ല. അറബി ലുഗത്തിനെ സംബന്ധിച്ച് ചെറിയ ഒരു പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ അഫ്സഹുൽ കലാമായ ഖുർആനിനെ ആക്ഷേപിക്കാൻ വരുന്നത്. ഇതിലിപ്പോൾ ഇയാൾ പറയേണ്ടത് ആ കൂട്ടത്തിൽ പിന്നെ ബിദ്അത്തിൻ്റെ കക്ഷികൾ റാഫിദത്തും ഖവാരിജും ജഹ്മിയ്യത്തടക്കമുള്ള അവർ പറഞ്ഞു വെച്ച വാക്കുകളും എടുത്തുകൊണ്ടാണ് ഇസ്ലാമിനെ എതിർക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ 46-ാമത്തെ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞു, മിനല്ലദീന ഹാദു യുഹരിഫൂനൽ കലിമ അൻ മവാലിഹി, യഹൂദികളുടെ കൂട്ടത്തിൽ മിനല്ലദീന ഹാദു യുഹരിഫൂനൽ കലിമ അൻ മവാലിഹി, തഹരീഫ് ചെയ്യുന്നവരുണ്ട്, മാറ്റിമറിക്കുന്നവർ. എങ്ങനെ മാറ്റിമറിക്കലേ? ഒരു ലഫ്ദിന് പകരം മറ്റൊരു ലഫ്ദ് വെച്ചു കൊടുക്കുന്നവരുണ്ട്. കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു തരീഫ് കൊണ്ട് മുറാദ് അസഹായ പ്രായം ഇൽക്കാവു ശുബഹിൽ ബാത്തിലായ ശുബഹകളെ കെട്ടുകൊടുക്കുക എന്ന പോലെ തവീലാത്തിൽ ഫാസിദായ വ്യാഖ്യാനങ്ങൾ നൽകുക. സൊർഫുൽ ലഫ്ലി അൻ മാനാവുൽ ഹഖി ഇലാ മാനൻ ബാത്തിലിൻ ബി ഉജൂഇൽ ഹിയലിൽ ലഫ്ദിയായ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഹക്കായ ആശയത്തിൽ നിന്ന് ബാത്തിലായ ആശയത്തിലേക്ക് ലഫ്ദിനെ തിരിക്കുക. കമാ യഫ്അലുഹു അഹ്ലുൽ ബിദ്അത്തി ഫീ സമാനിനാ ഹാദാ. ഇമാം റാസി തങ്ങൾ പറയാം. ഇമാം റാസിയുടെ കാര്യം 6-ാം നൂറ്റാണ്ടാണല്ലോ അല്ലേ? ഹിജ്റ 606 വഫാത്ത്, 606 606 വഫാത്ത്. നമ്മളെ കാലഘട്ടത്തിലുള്ള ബിദ്അത്തിൻ്റെ കക്ഷികൾ ചെയ്യുന്ന പോലെ ബിൽ ആയാത്തിൽ മുഖാലിഫത്തിൽ മദാഹിബിയും, അവരെ മദ്ഹബുകൾക്ക് എതിരായി വന്ന ആയത്തുകളൊക്കെ എന്ത് ചെയ്യും, അവർ ദുർവ്യാഖ്യാനം ചെയ്യും. ആ കൂട്ടത്തിൽ ഈ ചങ്ങായി ഇപ്പോൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഇങ്ങനെ ഹത്തുകളുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ലുഗവിയായ ഹത്തുകൾ അയാൾ ഉണ്ട്, ഭാഷാപരമായുള്ള ഹത്തുകൾ. ഭാഷാപരമായ ഹത്ത് പറഞ്ഞാൽ നെഹ്വിനെതിരാണ്. ഈ നെഹ്വ് എടുത്തക്കണ്ട ഇവിടുന്ന നെഹ്വിൻ്റെ അടിസ്ഥാനം ഖുർആനാണ്, മനസ്സിലായില്ല? നെഹ്വിൻ്റെ അടിസ്ഥാനം ഒന്ന് ഖുർആനാണ്. എന്നിട്ടാ പറയണ്ട ആ ഖുർആനിൽ തെറ്റുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട്. ഖുർആനിൽ തെറ്റുണ്ട്, നെഹ്വിനെതിരാണ്. ഞങ്ങൾക്ക് നെഹ്വ് അറിയില്ല, ഒന്നും അറിയില്ല എന്നുള്ളതും അറിയില്ല. ജഹ്ല് മുറക്കബ് അറിയില്ല. ജഹ്ല് രണ്ടായിട്ടുണ്ട്, ജഹ്ല് ബസീത്തുണ്ട്, ജഹ്ല് മുറക്കബുണ്ട്. ഒന്ന് സംഗതി വിഷയം അറിയില്ല എന്നും അറിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞ ഒന്നേതാ, മൻസൂബിൻ്റെ മേലെ അത്ഫ് ചെയ്തപ്പോൾ ആ അത്ഫ് ചെയ്യപ്പെട്ടതിന് റഫ് കൊടുത്തിട്ടുണ്ട് ഖുർആനിൽ. സൂറത്തുൽ മാഇദ 69-ാമത്തെ ആയത്ത്. നമ്മളൊക്കെ അൽഫി ഓതിയതാണ്, അതുകൊണ്ട് മാത്രം അൽഫിയിലൊന്നും സൂചിപ്പിക്കാമെന്ന് മാത്രം ചിട്ട ഞാൻ പറയുന്നുണ്ട്. ഇന്നല്ലദീന ആമനു സൂറത്തുൽ മാഇദ 69. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്വാബിഊന വന്നസാറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹ. ഇന്നല്ലദീന ആമനു, ഇന്നൻ്റെ ഇസ്മാണ്, അല്ലദീന അല്ല മൗസൂലാണല്ലോ. ഇന്നല്ലദീന ആമനു, അപ്പം മഹല്ലി നിസ്ബ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു, അങ്ങനെ അത്ഫ. പിന്നെന്താ പറയണ്ടി? വസ്വാബിഈന എന്നാ പറയണ്ടി. പക്ഷെ ഇവിടെ പറഞ്ഞത് ഏതാ? വസ്വാബിഊന എന്നാ പറഞ്ഞത് ഖുർആനിൽ. ഇവിടെ മാഇദ സൂറത്ത് 69 പറഞ്ഞത് അങ്ങനെ. അതിനെ സംബന്ധിച്ച് അയാൾ പറയാം, എന്താ പറയണ്ടേ? പിന്നെ
അയാൾ പറഞ്ഞത് റഫുൽ മഅത്തൂഫി അലൽ മൻസൂബി വക്കാന യജിബു അൻ യുൻസബൽ മഅത്തൂഫ് അലസ്മി ഇന്നൻ്റെ ഇസ്മിൻ്റെ മേലെ അത്ഫ് ചെയ്യപ്പെടുന്ന എനിക്ക് നെസ്ബ ചെയ്യൽ നിർബന്ധമാണല്ലോ. അപ്പോൾ യഖൂലു വസ്വാബീന എന്ന് പറയണം. കമാ ഫാല ഹാദ, അങ്ങനെ നെസ്ബാണല്ലോ കൊടുത്തിട്ടുള്ളത് ഫി സൂറത്തിൽ ബക്കറാവ് സൂറത്തിൽ ഹജ്ജ്. സൂറത്തുൽ ബക്കറയിലും സൂറത്തുൽ ഹജ്ജിലും കൊടുത്തത് ശരിയാണ്, സൂറത്ത് മായിദയിൽ അല്ല കൊടുത്തത് ശരിയായില്ല. സൂറത്തുൽ ബക്കറയിൽ എങ്ങനെ പറഞ്ഞത്? സൂറത്തുൽ ബക്കറ 62-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വൻ നസ്വാറ വസ്വാബിഈന. ജമ്മു മുദക്കർ സാലിമാണ്. ജമ്മു മുദക്കർ സാലിമിന് നെസ്ബ് എങ്ങനെ? യാവോണ്ട് നെസ്ബ്, യാവോണ്ട് തന്നെ ഏതും ജെറും, പിന്നെ അലിഫോണ്ടോ വാവോണ്ടോ ഏതോണ്ടാ റഫ്? വാവോണ്ട് റഫും അല്ല, വാവോണ്ട് റഫും. അപ്പോൾ വസ്വാബീന അത് ഓക്കെ, അവിടെ ഓക്കെയാണ്. എന്ന പോലെ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞതോ ഇന്നല്ലദീന ആമനു വല്ലദീന ഹദു വസ്വാബീന, അവിടെയും ഓക്കെയാണ്. പക്ഷെ ഇവിടെ പേച്ചു പോയി. സംഗതി നമ്മൾ അൽഫി ഓതിയലാണ്, ഇന്നൻ്റെ ബാബ് നമ്മൾ ഓതിയലാണ്, ഇന്നൻ്റെ ബാബ് നമ്മൾ ശരിക്കും ഓതിക്കണം. വജായിദുൻ റഫൂക മഅതൂഫൻ അല മൻസൂബി ഇന്ന ബഅദ അൻ തസ്തക്മില, നമ്മൾ ഓതിയില്ലേ? വജായിദുൻ റഫൂക മഅതൂഫൻ അല മൻസൂബി ഇന്നൻ്റെ മൻസൂബിൻ്റെ മേലെ അത്ബ് ചെയ്യുന്ന എനിക്ക് റഫ് ചെയ്യൽ ജായിസാണ് എന്ന് നമ്മൾ ഓതി പഠിച്ചവരാണ്. വജായിദുൻ റഫൂക മഅതൂഫൻ മൻസൂബി ഇന്ന ബഅദ അൻ തസ്തക്മില. അതിനെ സംബന്ധിച്ച് അൽഫീൽ പറഞ്ഞതിനെ ഞാൻ വായിക്കാം. വൽ മുഹക്കിക്കൂന, എവിടാ ഈ പറഞ്ഞ ഫമൻ യേക്കു, അതിലൊരു ബെയ്ത്തുണ്ടല്ലോ, ഷാഹിദ് ബെയ്ത്ത്, ഷായിറം ബെയ്ത്തല്ല, ചിലർ ഷായിറം ബെയ്ത്ത് അറിയില്ല. അത് ഷായിറം ബെയ്ത്ത്, ഷാഹിദ് ബെയ്ത്ത് അങ്ങനല്ല അറിയാം. ഷായിറിനെ കേട്ടിട്ടുണ്ട്, ഇത് ഷാഹിറം ബെയ്ത്ത് കേട്ടിട്ടില്ല. പിന്നെ ഷാഹിദ് ബെയ്ത്ത്. അപ്പോൾ അവിടെ കാണാം ഫമൻ യക്കു അംസാ ബിൽ മദീനത്തി റഹ്ലുഹു ഫഇന്നി വ കയ്യാറും ബിഹാ ലഗരീബു. കണ്ടില്ലേ? ഫഇന്നി വ കയ്യാറും ബിഹാ ലഗരീബുൻ. ഫഇന്നി വ കയ്യാറുൻ, ഞാനും എൻ്റെ കുതിരയും മദീനയിലുള്ള ഗരീബൻ, വിദേശികളാണ് എന്നുള്ള. അപ്പോൾ ഫഇന്നി വ കയ്യാറെന്നല്ല പറഞ്ഞു വിനേതാ, കയ്യാറുൻ എന്ന് റഫ് ചെയ്തല്ലോ. അതിനെ സംബന്ധിച്ച് എന്താ ഇമത്ത് പറഞ്ഞത്? അൽഫി പറഞ്ഞെന്താ? അൽഫീൽ പറഞ്ഞത്, ഷറുൽ അൽഫീൽ പറഞ്ഞത് വൽ മുഹക്കിക്കൂന അല അന്ന റഫ ദാലിക വ നഹ്വിഹി അല അന്നഹു മുബ്തദഉൻ, അത് മുബ്തയാണ്, അങ്ങൻ്റെ അത്ഫല്ല, അത് മുബ്തയാണ്. മഹദൂഫുൽ ഖബറി, ഖബർ കളഞ്ഞതാ, ഖബർ കളയപ്പെട്ട മുബ്തയാണ് എന്നർത്ഥം. അതല്ലെങ്കിൽ ഔബിൽ അത്ഫി അല ദമീരിൽ ഖബറി, മുതലണ്ട വദാലിക ഇദാകാന ബൈനഹുമാ ഫാസിലുൻ. ഞാൻ അൽഫീൽ വൈക്കാണ്. ലാബിൽ അത്ഫി അല മഹല്ലി ഇസ്മി ഇന്നൻ്റെ ഇസ്മിൻ്റെ മഹല്ലിൻ്റെ മേൽ അത്ഫല്ല. ഇന്നൻ്റെ ഇസ്മേതാ ഇന്നല്ലദീനാണ്, അല്ലദീനൻ്റെ മഹല്ലി നസ്ബാണ്. അപ്പോൾ അവിടേക്കല്ലേ ഇത് അത്ഫ്. വലം യശ്രത്തിൽ കിസായി വൽ ഫറാവു, കിസായി ഇമാമും ഫറാ ഇമാമും ഷർത്താക്കിയിട്ടില്ല ഇസ്തിക്മാലൽ ഖബരി, ഖബർ പൂർണ്ണമാവണമെന്ന്, ഖബർ പൂർണ്ണമായി പറഞ്ഞതിന് ശേഷം അത്ഫ് ചെയ്യണമെന്ന് അവർ ഷർത്താക്കിയിട്ടില്ല. അവരെന്ത് പിന്നെ തെളിവിടിച്ചത്? തമസുക്കം ബിനഹ്വി ഖൗലിഹി തആല, അള്ളാൻ്റെ കൗല തെളിവ്. ഏത് കൗല്? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്വാബിഊന വന്നസാറ. നമ്മൾ ഈ ആയത്തെ തെളിവാക്കിയത്. നമ്മൾ ഈ ആയത്ത് നമ്മൾ അൽഫി ഓതുന്നത് വെറുതല്ല. അൽഫിൽ ഓതുന്നത് ഓരോന്നെന്ത് ചെയ്യുക? ഇതിൽ ഇയാൾ നെഹുമായി ബന്ധപ്പെട്ട് ലുഗത്തുമായി ബന്ധപ്പെട്ട് 25 ചോദ്യങ്ങൾ അയാൾ കൊണ്ടുവരുന്നുണ്ട്. 25 പേവുണ്ട്, 25 പേവുണ്ടെന്ന് അയാൾ സമർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അയാൾ 25 വട്ടം പേച്ചു, അയാൾ 25 വട്ടം പേച്ചു എന്നുള്ളതാണ്. പിന്നെ ഒന്നാ തന്നെ. പിന്നൊന്ന് അയാൾ പറയുന്നത് മൂത്ത മുഅന്നസാണ് ഖബർ മുദക്കറായി. മൂത്ത മുഅന്നസാണ്, ഈ ഖബറും ഏതാവണം? മൂത്ത മുദക്കർ അല്ല മുഅന്നസാണെങ്കിലേ ഖബറും ഏതാവണ്ടേ? മുഅന്നസാവണ്ടേ? അല്ല, ഖബറും ചെയ്യണം, മുഅന്നസാവണം. പക്ഷേ അല്ലാഹു തആല പറഞ്ഞത് ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനി. ഖരീബത്തെന്ന് പറഞ്ഞില്ല. അള്ളാഹ് എങ്ങനെ പറയേണ്ടിയിരുന്നു? അള്ളാഹ് ഖരീബുൻ എന്ന് പറഞ്ഞ് ശരിയായില്ല, ഖരീബത്തെന്ന് പറയേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. എന്താ പറയാതൊക്കെ അല്ലേ? നല്ല വിവരം ഇങ്ങനെയുള്ള വിവരം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അതിന് നമ്മൾ അൽഫി ഓതിയാലാണ്, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അയാൾ ഒന്ന് ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, ഖരീബത്ത് എന്ന് പറയേണ്ടിയിരുന്നു. ഒമാ യുദ്രീക ലഅല്ല സഅത തകൂനു ഖരീബ, ഖരീബത്ത് എന്ന് പറഞ്ഞില്ല. എന്ന പോലെ ഒമാ യുദ്രീക ലഅല്ല സഅത ഖരീബ്, ഖരീബത്ത് എന്ന് പറഞ്ഞില്ല എന്നാ പറഞ്ഞത്. അതിന് പിന്നെ ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, പല മറുപടികൾ അതിന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതിന് 9 മറുപടികൾ നഹ്വിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തിന് 9 മറുപടിയിൽ അതിൽ ഒറ്റൊന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അയിമത്തതിന് 9 മറുപടി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതിനും പല മറുപടികൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ഇന്ന റഹ്മത്തല്ലാഹിന്ന, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുസ്ലിം. ഖരീബത്തുൻ എന്ന് പറഞ്ഞില്ല, റഹ്മത്ത് എന്നുള്ളത് മുഅന്നസാണ്, ഖരീബ് എന്നുള്ളത് മുദക്കറല്ലേ, അപ്പോൾ ഖരീബത്ത് എന്ന് പറയേണ്ടിയിരുന്നല്ലോ എന്നാ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിനെ സംബന്ധിച്ച് പിന്നെ ഇമാം റാസി തങ്ങൾ പറഞ്ഞത്, ഒരു മറുപടി പറഞ്ഞത് അന്ന റഹ്മത്ത തനീസുഹ ലൈസ ബി ഹഖീഖിയ്യിൻ. റഹ്മത്ത് എന്നുള്ള ഹക്കീക്കിയായ മുഅന്നസല്ല. ഹക്കീക്കിയായ മുഅന്നസും മജാസിയായ മുഅന്നസും ഉണ്ടല്ലോ. ഹക്കീക്കിയായ മുഅന്നസാകുമ്പോഴാണ് പിന്നെ തദ്കീറിലും തനീസിലും ഒക്കണമെന്ന് പറഞ്ഞത്. ഇത് മജാസിയായ മുഅന്നസായതുകൊണ്ട് ഒമാഖാന കദാലിക ഫൈനു യജൂസു ഫീ തദ്കീറു വ തനീസു ഇൻദ അഹ്ലിൽ ലുഗ. ലുഗത്തിൻ്റെ അഹ്ലുകാരെടുക്കൽ തന്നെ തദ്കീറും തനീസും പറ്റുന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഖരീബ് ഫഈൽ വസനാണ്. ഫഈൽ വസന് ഇസ്മഫുലിൻ്റെ വനാക്കാകുമ്പോൾ മുദക്കറും മുഅന്നസൊക്കെ തുല്യമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതാണ് അല്ല. അറൂസത്ത് പറയണ, അറൂസ് പുതിയാപ്പിള പുതിയണ്ണ് അറൂസത്ത് പറയോ അല്ലണ്ട, നോക്കിയാൽ മതി കേട്ടാ. മാത്രമല്ല വേറൊരു മറുപടി പറയുകയാണെങ്കിൽ അൽഫി തന്നെ 394 നമ്പർ 4-ാമത്തെ ബെയ്ത്ത് റുബ്ബമ അക്സബ സാനിൻ നവ്വല തനീസനിൻ കാന ലി ഹദ്ഫിൻ മുഹല. ഇല്ലേ, റുബ്ബമ അക്സബ സാനിൻ നവ്വല, മുലാഫിനിക്ക് പിന്നെ തനീസിനെ സമ്പാദിച്ചു കൊടുക്കും. മുലാഫിനിക്ക് തനീസിനെ സമ്പാദിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ മുലാഫിലൈ ഏതാ മുഅന്നസാണ്, മുലാഫ് മുദക്കറുമാണ്. ആ മുദക്കറായ മുലാഫിനിക്ക് മുലാഫിലൈ മുഅന്നസായതുകൊണ്ട് മുദക്കറായ മുലാഫിനും തനീസ് കിട്ടുന്നു. റുബ്ബമ അക്സബ സാനിൻ നവ്വല തനീസിനെ സമ്പാദിച്ചു കൊടുക്കും. ഇൻകാന ലി ഹദ്ഫിൻ മുഹല, കളയാൻ പറ്റുമെങ്കിൽ ആ മുലാഫിനെ കളഞ്ഞാലും അർത്ഥത്തിന് പ്രശ്നമൊന്നും വരില്ല എങ്കിൽ ഇതിലണ്ട. അഥവാ മുലാഫിലിനെ ആ മുലാഫിൻ്റെ സ്ഥാനത്തങ്ങ് നിർത്തും. ഉത്തിയത്ത് ബഅ്ലു അസാബിഹി എന്ന് പറയും. ഉത്തിയത്ത് ബഅ്ലു അസാബിഹി. ഞാൻ അൽഫിയ വായിക്കുന്നുണ്ട്, അൽഫിൻ്റെ ഷറഹ് അതൊക്കെ നമ്മൾ ഓതിയതാ. ഉത്തിയത്ത് ബഅ്ലു അസാബിഹി. അവിടെ കുത്തിയ എന്നല്ല പറഞ്ഞേ, ബഅ്ലു മുദക്കറാണല്ലോ. ബഅ്ലു മുദക്കറായിട്ടും കുത്തിയ എന്ന് പറയാതെ കുത്തിയത്ത് എന്ന് പറഞ്ഞു. കുത്തിയത്ത് ബഅ്ലു അസാബിഹി. അതെന്താ? അത് പിന്നെ അസാബിഹി മുഅന്നസാണ്, ജമ്മാണല്ലോ. ഉല്ലു ജമ്മി മുഅന്നസു എന്നുള്ള ബെയ്ത്തൊക്കെ നമുക്ക് അറിയണ്ട. പിന്നെ അതിലേക്ക് ഇല്ലത്തിൻ്റെ ജമ്മ് അഫീലത്തിൻ്റെ ഫൂലു സുമ്മാ ഫീല സുമ്മാത്ത അഫാലും ജുമൂക്ക് ഇല്ല. കില്ലത്തിൻ്റെ ജമ്മ് യുദക്കറു വയ്യന്നസു എന്നുള്ളത് നമ്മൾ തഖീ ലിസാനിന്ന് പഠിച്ചതുമാണ്. പിന്നെ അപ്പോൾ കുത്തിയ ബഅ്ലു അസാബിഹി എന്ന് പറയാം, കുത്തിയത്ത് ബഅ്ലു അസാബിഹി എന്ന് പറയാം. എൻ്റെ വിഷയം അവിടെ അല്ല. ഇനി അടുത്തുകൂടി മൈക്ക് ഞാൻ നിർത്തണം. വഫീ ദിക്രി ഷർത്തി ജവാദിൽ അദ്ഫി. കളയിൽ ജായിദാബലിനിക്കൊരു നിബന്ധന പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? അതിൻ്റെ സ്ഥാനത്ത് നിർത്താൻ പറ്റണം. മുലാഫിലിനെ മുലാഫിൻ്റെ സ്ഥാനത്ത് നിർത്താൻ പറ്റണം. അപ്പോൾ കുത്തിയത്ത് അസാബിയു എന്നും പറയാം, കുത്തിയത്ത് ബഅ്ലു അസാബിഹി. അർത്ഥത്തിന് ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അത് പറഞ്ഞിട്ട് പറഞ്ഞു ഇഷ്ആറുൻ, ഇതിലൊരു ഇഷ്ആറുണ്ട്, അറിയിക്കലുണ്ട്. ബി അന്നഹു യജൂദു അൻ യക്തസിബൽ മുഅന്നസു വതദ്കീറ മിനൽ മുലാഫിലി. ഇനി നേരെ തിരിച്ചും, ഇതിപ്പം മുലാഫിലൈ മുഅന്നസാണ്. അപ്പം മുലാഫായ മുദക്കറിനിക്ക് ഏത് കിട്ടി? തനീസ് കിട്ടി. ഇനി നേരെ തിരിച്ച് മുലാഫിലൈ ഏത് മുദക്കർ, മുലാഫ് മുഅന്നസും. അപ്പോൾ ആ മുലാഫായ മുഅന്നസിന് ഏത് കിട്ടും? തദ്കീർ കിട്ടും. എന്നിട്ട് എപ്പോൾ ആ മുലാഫിലി കൊണ്ട് മുലാഫിനെ തൊട്ട് ആവശ്യം തീർക്കാൻ പറ്റുമെങ്കിൽ നെഹ്വു ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അൽഫിയുള്ളതാണത്. അൽഫിൻ്റെ ഷറയിൽ ഇയാൾ ഈ ഇത്രാലാക്കിയ ആ ആയത്ത് എവിടെ ഉണ്ട്? നമ്മൾ ഓതി കഴിഞ്ഞേക്കണ്. അൽഫിയിലുണ്ട് ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഇതിലാണ്ട ഒന്നത്. അങ്ങനെ 25ഓളം ഇഷ്കാലുകൾ അയാൾക്കുണ്ട്. അവിടെ തന്നെ ഇത് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, ലുഗത്തിൻ്റെ അലുകാർ അംഗീകരിക്കുന്നതാണ്. അതിന് നമ്മൾ അയിമ്മത്ത് പിന്നെ തെളിവിന് പറ്റുന്ന പിന്നെ ഷാഹിദ് ബീത്തുകളും കൊണ്ടുവരുന്നുണ്ട്. അവിടെ തന്നെ പറഞ്ഞു ഇനാറത്തുൽ അഖ്ലി മക്സൂഫും ബി തൗഹി ഹവ വഅഖ്ലു ആസുല്ലവ ഇസ്ദാദു തൻവീറ. ഇനാറത്തുൽ അഖ്ലി മക്സൂഫത്തു എന്ന് പറഞ്ഞില്ല, മക്സൂഫ് എന്നാ പറഞ്ഞത്. പിന്നെ അനാറ യുനീറു അല്ലേ, മസ്തറാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. മസ്തറാകുമ്പോൾ യുദക്കറു വയ്യന്നസു. മസ്തർ എന്ന ദത്തായി യുദക്കറു വയ്യന്നസു എന്നാണ് റഷീദിയ പറഞ്ഞത്. താഴുണ്ടാണെന്നൊന്നുമില്ല. താഴുള്ള മസ്തറാണെങ്കിലും താഴില്ലാത്ത മസ്തറാണെങ്കിലും മസ്തറായാൽ തന്നെ യുദക്കറു വയ്യന്നസു എന്നാണ്. കാരണം മസ്തർ ജിൻസിൻ്റെ ഇസ്മായത് കൊണ്ട് ജിൻസിലെല്ലാം കണക്കാന്ന് പറഞ്ഞാൽ എല്ലാം കണക്കെന്ന്. പിന്നെ ഇനി ഫായിലിനെ നെസ്ബ് ചെയ്തു എന്നുള്ളതാണ് അയാളെ വേറൊരു വിഷയം. അങ്ങനെ ഒരുപാട് വിഷയമുണ്ട്. പിന്നെ ഈ ചുരുക്കത്തിൽ ഇത് നിങ്ങൾ നോക്കി പഠിക്കുക. ഞാനിപ്പോൾ ഈ ഒരു സെഷനായതുകൊണ്ട് മാത്രം ഇത് കണ്ട് വെറുതെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ വന്നതിന് ഒരു ഉപകാരം കിട്ടുള്ളത് ഇതെല്ലാവരും മുത്താലയ ചെയ്യാം. മുത്താലയ ചെയ്ത് എന്ത് ചെയ്യുക? അതേപോലെ പിന്നെ ഷാമിലിയിലേക്ക് നല്ല നല്ല ഇതുമായി ബന്ധപ്പെട്ട കിതാബുകൾ ഉണ്ടാവും. മൗസുഅത്തു മഹാസിനിൽ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇത്രാദുകൾക്ക് മറുപടി പറയുന്ന
കാരണം വർഷങ്ങളോളം വെച്ച് അവർ പഠനം നടത്തിയതാണ്. നമ്മളിപ്പോൾ ഒന്നും വേണ്ട, നമ്മളൊന്ന് മുതാല ചെയ്യാൻ തീരുമാനം എടുത്താൽ മതി. പിന്നെ പഠിച്ചതൊക്കെ മുദാക്കറ നടത്തിയാൽ നമ്മൾ മറക്കൂല. നമുക്കറിയാം അമൻ അക്സറൽ മുദാക്കറത്ത ബിൽ ഇൽമി ലം യൻസമ അലി മുസ്തഫാദ മാലം യാലോ. പരസ്പരം മുദാക്കറ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാത്തത് അറിയും ചെയ്യും, നമ്മൾ അറിഞ്ഞത് നമ്മൾ മറക്കൂല. അതൊരു ഇൽമിൻ്റെ ഒരു സംഗതിയാണ്. അതിനാദ്യം വേണ്ടത് മഹാനരായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറഞ്ഞ മാതിരി അവ്വലുൽ ഇൽമി അൽ ഇസ്തിമാദ്. അവ്വലുൽ ഇൽമി അൽ ഇസ്തിമാദ്. ആദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ ജുമാൻ്റെ പറഞ്ഞല്ലോ ഖുത്ബ സമാ ലൈനതാ ഇസ്തിമാ അല്ല അൽ ഇസ്തിമാഉ ബിൽ ഐനൈനി ലാ ബിൽ ഉദനൈനി. അൽ ഇസ്തിമാഉ ബിൽ ഐനൈനി ലാ ബിൽ ഉദനൈനി. അങ്ങോട്ട് നോക്കി ഇജ്ജ് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ സമായുള്ളൂ, എന്തില്ല ഇസ്തിമാവില്ല. ഇസ്തിമാ അറിയണമെങ്കിൽ ആ സദസ്സിൽ എന്ത് ചെയ്യണം, അങ്ങനെ നോക്കി ഉത്തരക്കണം. അപ്പോൾ ഈ ഒന്ന് ഇസ്തിമാവ് വേണം. സുമ്മൽ ഫഹ്മു, പിന്നെ ആ കേട്ടത് എന്ത് ചെയ്യുക, എന്താണ് ആ പറഞ്ഞത് എന്ന് ഇവർ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക. പണ്ടൊരാൾ പറഞ്ഞു, പിന്നെ ഈ പറഞ്ഞ തന്നെ ലുഗത്തിലേക്ക് ലാഭത്ത് ചെയ്യുമ്പോൾ അല്ല ലുഗത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എങ്ങനെ നിസ്ബ ചെയ്യാന്ന് ചോദിച്ചു. ലുഗത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ലഗവിയ്യ് പറഞ്ഞു. ലുഗത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ മക്കയിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എങ്ങനെ അറിയാം, മക്കിയ്യ്. ലുഗത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ലുഗവിയ്യ് എന്നാണ് പറയാന്ന് പറഞ്ഞു. അപ്പം എന്താന്ന് ചോദിച്ചു, ഖുറാനിലുണ്ട് പറഞ്ഞു. ഇന്നക്ക ലഗവിയ്യും മുബീൻ എന്നാണ് അള്ളാഹ് പറഞ്ഞത് പറഞ്ഞു. ഇന്നക്ക ലഗവിയ്യും മുബീൻ. അപ്പം എന്താ സംഗതി, ഇന്നക്ക ലഗവിയ്യുന്നാണ്, ലഗവിയ്യുന്നല്ല. അയാൾ മനസ്സിലാക്കിയത് ലുഗത്തിലേക്ക് നിസ്ബ ചെയ്തതാണ്. ഇന്നക്ക ലഗവിയ്യും, നിങ്ങൾ നല്ല ലുഗവിയാണ്. അപ്പം ലുഗത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ നിസ്ബ ചെയ്യേണ്ടത് ലഗവിയ്യ് എന്നാണ്. തെളിവ് അതും ഖുറാൻ തന്നെ. പിന്നെ ഇന്നക്ക ലഗവിയ്യും മുബീൻ. ഈ ജാതി അറിവാണെങ്കിൽ അല്ല വേട്ടാ. പിന്നെ അപ്പം എന്താ പറഞ്ഞ്, സുമ്മൽ ഫഹ്മു, പിന്നെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക. സുമ്മൽ ഹിഫുദു, പിന്നെ അത് ഹിഫുദാക്കി വെക്കുക. സുമ്മൽ ഹിഫുദു, സുമ്മൽ അമലു, പിന്നെ അത് പ്രാക്ടിക്കൽ. ഫിഖ് പഠിച്ചാൽ അതനുസരിച്ചുള്ള അമല്, അതാണ് അതിൻ്റെ അമല്. ഭാഷ പഠിച്ചാൽ അതിനനുസരിച്ചുള്ള അമല് സംസാരിക്കുക. അങ്ങനെ ഓരോന്നിൻ്റെ ഭാഗത്തിലൂടെയുള്ള അമൽ എങ്ങനെയും. സുമ്മൻ നഷ്റു, പിന്നാണ് നമ്മൾ ദായികളായി ഇറങ്ങേണ്ടത്. അപ്പോൾ ദായികളായി ഇറങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സംഗതികളൊക്കെ വേണം. ഇസ്തിമാവ് വേണം, ഫഹ്മ് വേണം, ഹിഫ്ള് വേണം, പിന്നെ അമലും വേണം. അല്ലാഹു തആല ആ രൂപത്തിൽ നമുക്ക് ഉയർത്തി അല്ലാഹു തആല നമുക്ക് മുഖറബീങ്ങളിൽ അല്ലാഹു നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.